ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉത്സവം ആചരിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഉത്സവം ആചരിക്കുക. ജനം ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നു. വർഷങ്ങളായി മിസ്രയീമിലെ ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിലായിരുന്നു ജനം, ഇസ്രായേൽക്കാർ. ആ ജനത്തെ വിട്ടയക്കണമെന്ന് മോശ ആലോചന പറയുകയാണ്, ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. ഉത്സവം ആചരിക്കണം, ഞങ്ങൾക്ക് ഉത്സവം ആചരിക്കണം. വിട്ടയച്ചാൽ ഉത്സവം, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉത്സവം, ബന്ധനം കഴിഞ്ഞാൽ ഉത്സവം, സന്തോഷം. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ട്. ക്രിസ്മസ് സന്തോഷ ദിവസമാണ്, ഈസ്റ്റർ സന്തോഷ ദിവസമാണ്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആഘോഷങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ ഉത്സവമുണ്ടോ? ഹൃദയത്തിൽ ഉത്സവമുണ്ടോ? നീറുന്ന പ്രശ്നങ്ങൾ നമ്മളെ വലച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏറ്റവും ഹീനമായ ദരിദ്രമായ അവസ്ഥയിലേക്ക് താണുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നീചമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ങാൻ വയ്യാത്ത ചുമടുകൾ നമ്മുടെ തലയിൽ വന്നിരിക്കുന്നു. അനേകം ചുമടുകൾ, ഭാരച്ചുമടുകൾ. ദൈവത്തിന് സ്തോത്രം. ഭാരമേറിയ ചുമടും പേറിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. താങ്ങാൻ വയ്യ, വഹിക്കാൻ വയ്യ, ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല, ക്ഷീണിച്ചു പോകുന്നു. അനേകർ അങ്ങനെയാണ്.
ഈ ലോക ജീവിതത്തിലെ യാതനകളും ദുരിതങ്ങളും ക്ലേശങ്ങളും കൊണ്ട് മനസ്സ് ഉലഞ്ഞു വാടിയിരിക്കുന്ന അനേകം പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനത് പറയാറുണ്ടല്ലോ, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഞാൻ വാടിപ്പോയവനായിരുന്നു, ഞാൻ അനാഥനായിരുന്നു, ഞാൻ ദുഃഖിതനായിരുന്നു, ഞാൻ വശം കെട്ടവനായിരുന്നു, ഞാൻ മുഖം വാടിയവനായിരുന്നു, ഹൃദയം വാടിയവനായിരുന്നു, ഹൃദയം മ്ലാനമായിരുന്നു. നിങ്ങൾക്കറിയാം, എനിക്കൊരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടനും മരിച്ചു. 30-ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ അമ്മയാണ് എന്നെ എൻ്റെ പെങ്ങളെയും വളർത്തിയത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഭാഗ്യവശാൽ തെറ്റായ വഴിയിലേക്കൊന്നും പോയില്ല. അതൊരു വലിയ കൃപയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അന്ന് അത് മനസ്സിലാക്കിയിരുന്നില്ല. തെറ്റായ കൂട്ടുകെട്ടൊന്നും ഉണ്ടായില്ല, വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോയില്ല. ഭാഗ്യം. ഞാൻ ഭക്തനാണെന്നാണ് എൻ്റെ ധാരണ ഉണ്ടായിരുന്നത്. ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകുന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പോകും, ഉറപ്പാണ്. കാരണം നോമ്പ് നോക്കുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, പള്ളിയിലെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയാണ്. ആ 17 വയസ്സിനിടയ്ക്ക് പള്ളിയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം, ആശ്രയസ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലായിരുന്നു. പക്ഷേ ഒരു ദിവസം വചനം കേട്ടപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ഹൃദയത്തിൽ യേശു ഇല്ല എന്ന്. ആത്മാവ് മരിച്ചിരിക്കുന്നെന്ന്. പുറമേ ഭാവമൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ യേശു ഇല്ല എന്ന് മനസ്സിലായി. അന്ന് ഞാൻ തകർന്നു. അന്ന് വാസ്തവമായി ആത്മാവിന് വേണ്ടി ഞാൻ കരഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് അനാഥരായി വരുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊള്ളാൻ, ജീവനുള്ള ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പറയും. കാരണം ഞാൻ അങ്ങനെ വിളിച്ചു തുടങ്ങിയത്. സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു തുടങ്ങി. ഭൂമിയിൽ എനിക്ക് അപ്പനില്ല, സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ അപ്പ എന്ന് വിളിച്ച് ഞാൻ വളർന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവം എൻ്റെ കാര്യം പിടിച്ച് നടത്താൻ തുടങ്ങി. ഓരോരോ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. എല്ലായിടത്തും കർത്താവ് എന്നെ മുന്നിലാക്കി നിർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്നിവിടെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, മക്കളെ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അതിശോഭനമായ ഭാവി ലഭിക്കും. നിങ്ങളുടെ മേലുള്ള എല്ലാ ബാധകളും മാറിക്കിട്ടും. നിങ്ങൾക്ക് ഉത്സവം കിട്ടും, ഉത്സവം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഒരു ഉത്സവത്തിൻ്റെ കുടുംബമാണ്. ഇവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാം സ്നേഹമാണ്, പൂർണ്ണ ഐക്യമാണ്. പറയാൻ കാരണം ഇന്ന് ഉത്സവമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലെപ്പോഴും ശാന്തിയാണ്. ഒരു പ്രയാസവുമില്ല, ഒരു കാര്യവും അലട്ടുന്നില്ല, മനസ്സിനെ വിഷമിപ്പിക്കുന്നില്ല. ഒരു കാര്യവും മനസ്സിനെ അലട്ടാത്ത വിധത്തിൽ ദൈവം ഒരു പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ്. ഞാൻ എന്തിനത് പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തരും ഇന്ന് യേശുവിനെയും കൊണ്ട് വേണം വീട്ടിൽ പോകാൻ. യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ വിളിച്ച് യേശുവിൻ്റെ കൂടെ നിങ്ങൾ പോകണം. നിങ്ങളുടെ കൂടെ യേശു വരെ നിങ്ങൾ അനുഭവിക്കണം. സത്യമാണ് പ്രിയരെ, അക്ഷരീയമായി നിങ്ങളുടെ അരികത്ത് യേശു നിൽക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ പേര് പറഞ്ഞ് യേശു നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. പേര് പറഞ്ഞ് യേശു നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. സ്തോത്രം. അപൂർവമായ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, സാധാരണ കാര്യമാണ്. ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞ ആ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. സക്കായിയെ വേഗം ഇറങ്ങി വായെന്ന് പറഞ്ഞ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കും. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, മറിയം നല്ല നിമിഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരും അവളോട് അപഹരിക്കുകയില്ല എന്ന് പറഞ്ഞ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കും. അതുപോലുള്ള ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു തൻ്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത അതേ സ്വരം അതേ നാവിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്നായി പറഞ്ഞത്. സ്തോത്രം. ഇല്ലെങ്കിൽ നാം തകർന്നു പോയില്ലേ? ആ സ്വരം കേട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ബലമുള്ളത്? ആകെയുള്ള ബലം യേശുവിൻ്റെ സ്വരമല്ലേ, യേശുവിൻ്റെ ശബ്ദമല്ലേ. നമ്മെ യേശു പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കാം. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും, സാരെന്താണ് ഈ പറയുന്നത്? മക്കളെ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ യേശു എന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിഷമിക്കുന്ന സമയത്ത്, ഞാൻ ഭാരപ്പെടുന്ന സമയത്ത്, ഞാൻ വിതുമ്പുന്ന സമയത്ത്, പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന സമയത്ത് എൻ്റെ പേര് ചൊല്ലി വിളിച്ച് നീ ശാന്തമായിരിക്കുക എന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നീ ശാന്തമായിരിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, കോളേജിൽ ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് അന്ന് ഒരു ചെറുപ്പക്കാരൻ, അവനെ കുറച്ച് കുസൃതി ഉണ്ടായിരുന്നു. കുസൃതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളോട് ഇത്തിരി അടുപ്പം. അവൻ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്നവൻ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ വന്ന് പെൺകുട്ടികളുടെ കൂടെ ഇരിക്കും. ഞാൻ പറഞ്ഞു പരിപാടി പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അവൻ്റെ കാര്യത്തിൽ ഞാൻ ശക്തമായിട്ട് ഇട്ടു. നീ പ്രീ ഡിഗ്രി
വിങ്ങിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സാറിനെ ഞാനിവിടെ കാവലാക്കി നിർത്തി. ഉച്ചയ്ക്ക് വിശ്രമ സമയത്ത് ഇവൻ വരുന്നുണ്ടോ നോക്കാൻ. അവൻ എന്നോട് വൈരാഗ്യമായി. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അവൻ പക്ഷേ എന്നും കോളേജിൽ വരില്ലായിരുന്നു. അവന് അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു, അറ്റൻഡൻസ് പോരാ. അവൻ പരീക്ഷ ഫീസ് അടയ്ക്കാൻ വന്നപ്പോഴാണ് അറ്റൻഡൻസ് പോരാന്ന് പറഞ്ഞത്. അതറിഞ്ഞപ്പോഴേക്കും അവൻ ഓടി എൻ്റെ അടുത്ത്, സാറേ എന്താ ഇത്, എനിക്ക് അറ്റൻഡൻസ് ഇല്ലെന്നാണല്ലോ പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, എന്താ അറ്റൻഡൻസ് ഇല്ല, നീ വല്ല ആബ്സെൻ്റ് ആയിട്ടുണ്ടോ? അതുകൊണ്ട് കുറച്ചൊക്കെ ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അതായിരിക്കും. സാറേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പരീക്ഷ എഴുതാം. പിന്നെ ഞാൻ പറഞ്ഞു, അല്ല മോനെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നീ അറ്റൻഡൻസ് ഇല്ലാത്തത് നിനക്ക് ഞാൻ എങ്ങനെ തരും, അറ്റൻഡൻസ് തരും. സാറേ എനിക്ക് പരീക്ഷ എഴുതണം. അവൻ തിരികെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ക്ഷോഭം വന്നു. പുറമേ നിന്ന് കാണിച്ചില്ല, ഉള്ളിൽ ക്ഷോഭം. പക്ഷേ വന്ന് എന്നോട് മത്സ്യഭാവത്തോട് പറയുന്നല്ലോ. ഞാൻ ശാന്തമായിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, പിന്നെ ഒരു കാര്യം ചെയ്യുക, നിനക്ക് യൂണിവേഴ്സിറ്റി ചെന്ന് അവിടുത്തെ പ്രൊഫസർ സെലക്ടറെ കണ്ട് വേണമെങ്കിൽ നിനക്ക് അറ്റൻഡൻസ് വാങ്ങിക്കാൻ പറ്റും, വേണമെങ്കിൽ നോക്കിയോ. അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല സാറേ, സാറ് തന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു, എത്ര നേരം എന്ന് പറഞ്ഞാലും ഞാൻ തരില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ക്ഷോഭം വന്നു, അവനിറങ്ങിപ്പോയി. പക്ഷേ എൻ്റെ പ്രഷർ വർദ്ധിച്ചത് എനിക്ക് മനസ്സിലായി, ബ്ലഡ് പ്രഷർ വർദ്ധിച്ചു. ഞാൻ കോളേജ് വിടുന്നതിന് ശേഷം നേരെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു. അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഈപ്പം മുന്നൂസിനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പ്രഷർ അല്പം കൂടിയുണ്ട്. എന്താ കാര്യം? സാർ, ഒരു സ്റ്റുഡൻറ്റിനോട് ഞാൻ അല്പം പരുഷമായിട്ട് സംസാരിച്ചു. അവൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ ഒന്ന് മുറിപ്പെടുത്തി, അതുകൊണ്ട് എൻ്റെ പ്രഷർ കൂടിയിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, സാറ് പോയിരുന്ന് ശാന്തമായിട്ടിരുന്നാൽ മതി, ഇപ്പോൾ മരുന്നൊന്നും വേണ്ട, അല്പം ശാന്തമായിട്ടിരുന്നാൽ പ്രഷർ കുറഞ്ഞോളും. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിവിടെ വന്നു, പ്രാർത്ഥിച്ചു, പ്രഷർ കുറയുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ളതായ ചില ഊരാക്കുരുക്കുകൾ വരും. നമ്മുടെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് നിൽക്കുന്ന രംഗങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ അപ്പോഴെല്ലാം താങ്ങാൻ ദൈവത്തിൻ്റെ കരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ കരം താങ്ങിയതുകൊണ്ട് കൂടുതൽ അപകടങ്ങളിലേക്ക് പോയില്ല, അനർത്ഥങ്ങളിലേക്ക് പോയില്ല. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടി കോളേജിലെ പിള്ളേർക്ക് ഒരു ഗൗരവം വന്നു. ഗൗരവമായിട്ട് അവർ പറയുമ്പോൾ ചെയ്തു കൊടുക്കില്ല എന്നുള്ള മനസ്സിലായപ്പോൾ, വേണ്ടാതനത്തിന് കൂട്ടു നിൽക്കുക മനസ്സിലായപ്പോൾ അവർക്ക് ഗൗരവം വന്നു. നന്നായി, അവിടെ കുറേയേറെ കുട്ടികളോട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉത്സവം വരണം. നമ്മുടെ ഹൃദയത്തെ മ്ലാനപ്പെടുത്തുന്ന യാതൊരു കാര്യവും വരാൻ അനുവദിക്കരുത്. യേശുക്രിസ്തുള്ളതായ ആശ്രയം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം മാറും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ ടെൻഷൻ മാറ്റി തരണമേ, എൻ്റെ ഹൃദയത്തിൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, നൈരാശ്യങ്ങളുണ്ട്, മാറ്റി തരണമേ, എൻ്റെ ഹൃദയത്തിൽ വലിയ കോളിളക്കങ്ങളുണ്ട്, മാറ്റി തരണമേ, അലകടൽ ഇളകും പോലുള്ളതായ കോളിളക്കങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്, കർത്താവെ മാറ്റി തരണമേ, എൻ്റെ ഹൃദയത്തിൽ വിഷാദഭാവങ്ങളുണ്ട്, മാറ്റി തരണമേ, താങ്ങാൻ വയ്യാത്ത ചുമടുകൾ എനിക്കുണ്ട്, കർത്താവെ മാറ്റി തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. വാസ്തവം, നിങ്ങൾക്ക് ഉത്സവം കിട്ടും, ഉത്സവം ആചരിക്കാം. മരുഭൂമിയിൽ ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഉത്സവം, ഈ ഉത്സവം എന്താണ്? 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. പുറപ്പെടും 8:1 കാണാം. എന്താണ് ഉത്സവം? യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. സ്തോത്രം. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഇന്ന് ആരാധന എന്ന് പറയുന്നത് ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു നാം ചൊല്ലുന്നുണ്ട്, അല്ലേ? നാം ചൊല്ലുന്നുണ്ട്, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. എന്നാൽ വാസ്തവത്തിൽ ആരാധനയാണോ? ആകുന്നുണ്ടോ? ബലിയാകുന്നുണ്ടോ? സ്തോത്രമാകുന്നുണ്ടോ? ഇത് അനുഗ്രഹമാകുന്നുണ്ടോ? സമാധാനമാകുന്നുണ്ടോ? ഇല്ല പ്രിയരെ, ഇതെല്ലാം ചൊല്ലിക്കൂട്ടുന്നതല്ലേ. അതിൻ്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങണം, അർത്ഥത്തിൻ്റെ ഗാംഭീര്യത്തിലേക്ക് ഇറങ്ങണം, ആശയപ്പൊരുളിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്, അയ്യോ ഇതുവരെയും സത്യാരാധന ഉണ്ടായില്ലല്ലോ. സത്യമായി ആരാധിക്കുക, ബന്ധനം കഴിഞ്ഞ് ആരാധിക്കുക. ഫറവോൻ്റെ അടുപ്പത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മോശ ശഠിച്ചു. പക്ഷേ ഫറവോൻ ഇട്ടുകൊടുക്കുകയില്ല. നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭീകര പിശാചുണ്ട്. പല രീതിയിൽ നിങ്ങളുടെ മുന്നേറ്റം തടയുന്ന ഭീകരനായി സാത്താനുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തകർത്ത് കളയാനാണ് പിശാചിൻ്റെ ഉദ്യമം. അപ്പോൾ അതിൽ വഴപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആശ്രയം വേണം, ക്രിസ്തുവിൻ്റെതായ ശരണം വേണം. സ്തോത്രം. ദൈവത്തിന് വലിയ മഹത്വമുണ്ട്. സ്വാതന്ത്ര്യം. മോചനത്തിനെനിക്ക് യോഗ്യതയില്ല എന്ന് പിതാക്കന്മാർ പാടി. മോചന യോഗ്യതയില്ല.
അത് പാടി നോക്കാം. ന്യായാധിപനേ അങ്ങേക്കരിശം ചേർത്ത കടത്താൽ എന്തലതരുതേ വിധിരേ. മോചനയോഗ്യതയില്ലെങ്കിലും നിന്നിരിക്കും നിന്തിരുമയും രക്തവും മേൽ കൃപ ചെയ്യുക. നിസ്നേഹ ശ്രീവാനൂപി വിഴപോയി നിന്മേരുതിരങ്ങൾ ഇതമുഴുകരുണായ ഈശോ മമ നൽകുകമുക്തി. എനിക്ക് മോചനത്തിന് യോഗ്യതയില്ല കർത്താവേ, അതാണ് പറയുന്നത്. രാഘമ്മ പാടിയത് അങ്ങനെയാണ്. മോചനത്തിന് യോഗ്യതയില്ല, എങ്കിലും എനിക്ക് മോചനം തരണമേ. എന്താ കാരണം? കർത്താവേ, നിൻ്റെ ക്രൂശ് മരണത്തോടെ ഞാൻ ഏകീഭവിച്ചിരിക്കുന്നു. നീ ക്രൂശിൽ മരിച്ചതുപോലെ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. കാണുന്നില്ല, നീ കാണുന്നില്ലേ? എൻ്റെ പഴയ സ്വഭാവം മരിച്ചിരിക്കുന്നു, പഴയ ആൾ മരിച്ചു പോയിരിക്കുന്നു, പഴയ വ്യക്തിത്വം മരിച്ചു പോയിരിക്കുന്നു. ഞാൻ എന്താണോ അത് അപ്രകാരത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ എന്നെ തന്നിരിക്കുന്നു. ഈ പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ പ്രിയരെ? യേശുവിന് കൊടുത്തു എന്ന പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ? ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാമത്. എന്നെ എനിക്കുള്ളതിനെ യേശുവിനെ ഞാൻ കാണിക്കയെ അർപ്പിക്കുന്നു. എന്നെ എനിക്കുള്ളതിനെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ കൊടുക്കുന്നു. എൻ്റെ ഭാവി യേശുവിനെ ഞാൻ പരിമേൽപ്പിക്കുന്നു. എൻ്റെ ജീവിതം യേശുവിനെ ഞാൻ കൊടുക്കുന്നു. എനിക്ക് എൻ്റേതായൊരു ഭാവി ഇല്ല. പറയാൻ പറ്റുമോ? സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങളെക്കാൾ ഉന്നതനായി നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാൻ എനിക്ക് കർത്താവ് ഒരു കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റേതെന്ന് പറയാനൊന്നുമില്ലെന്നൊരു ഭാഗ്യം, ഒരു ചിന്താഗതി ദൈവം തന്നതാണത്. എൻ്റേതായി എനിക്കൊന്നുമില്ല. ഉള്ളതെല്ലാം യേശുവിന് കൊടുത്തു. യേശുവിന് സ്വത്തായി കഴിഞ്ഞു. യേശു രക്തം കൊടുത്തതിനെ വിലയ്ക്ക് വാങ്ങി. പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് കർത്താവിനെ വിലയ്ക്ക് വാങ്ങി. സാത്താൻ ബന്ധിച്ചിരുന്നതിനെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. കർത്താവിൻ്റെ വകയായി കഴിഞ്ഞു. ഇത് യേശുവിൻ്റെ സ്വത്താണ്, യേശുവിൻ്റെ സ്വന്തം സ്വത്താണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാനും എനിക്കുള്ളതൊക്കെ യേശുവിൻ്റെ സ്വത്താണ്, യേശുവിൻ്റെ സ്വന്തമാണ്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിൻ്റെ സമ്പത്താണ് ഞാൻ, യേശുവിൻ്റെ സ്വന്തമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ, നീ എൻ്റെ സ്വന്തമല്ലേ, ഞാൻ നിൻ്റെ സ്വന്തമല്ലേ? ഞാൻ പറയും സ്തോത്രം. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, ഞാൻ നിൻ്റെ സ്വന്തമല്ലേ, ഞാൻ തനിയെ പുറപ്പെട്ടതല്ലല്ലോ, നീ എന്നെ പുറപ്പെടുവിച്ചതാണല്ലോ, നിൻ്റെ ക്രൂശിലെ സ്നേഹം എന്നെ വശീകരിച്ചതാണല്ലോ, ഞാൻ നിൻ്റെ വകയല്ലേ, ഈ കാര്യത്തിൽ നീ എനിക്ക് വേണ്ടി ഒന്ന് കരമെടുക്കണം. പിടിച്ച് നിർബന്ധിക്കും, ശാഠ്യം പിടിച്ച് നിർബന്ധിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശാഠ്യം പിടിച്ച്, കർത്താവ് ഇത് കേൾക്കാതെ നീ പോകാൻ പറ്റില്ല, പിടിച്ചു നിർത്തും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ കാര്യം നീ സാധിച്ചു തരാതെ നീ മുമ്പോട്ട് പോവല്ലേ, കർത്താവ് ഈ കാര്യത്തിൽ നിൻ്റെ കരം വയ്ക്കാതെ നീ പോവല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സമ്പത്തായി തീരണം. പാട്ടുകാരൻ പറയും, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല, എൻ്റെ സമ്പത്ത് യേശു മാത്രം. യേശു മാത്രം സമ്പത്താകുന്നു. യേശുവാണ് എൻ്റെ സ്വത്ത്. സ്തോത്രം. എന്തൊരു മഹാഭാഗ്യമാണെന്നോ യേശു സ്വത്തായി മാറുന്നത്, യേശു സമ്പത്തായി മാറുന്നത്. എന്തൊരു മഹാഭാഗ്യം. എൻ്റേതെന്ന് പറയുന്നത് എല്ലാം പോയി. ഞാൻ പറയും, കർത്താവേ, എൻ്റേതെന്ന് പറയുന്ന ശുശ്രൂഷകൾ പോയി, എൻ്റേതെന്ന് പറയുന്ന ഭാഷ പോയി, എൻ്റേതെന്ന് പറയുന്ന ജ്ഞാനം പോയി, എൻ്റേതെന്ന് പറയുന്ന പാണ്ഡിത്യം പോയി, എല്ലാം പോയി. എനിക്കുള്ള വേദനസ്യം പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. വേദനസ്യം പോയി, എല്ലാം പോയി. എല്ലാം എൻ്റേതെല്ലാം ഞാനിതാ കാണിക്കയായി വെച്ചു. ഇനി ഞാനിതാ ഏകനായി നിൽക്കുന്നു. ഒരു പൊടുപ്പും തൊങ്ങലുമില്ലാതെ ഞാനിത് നിൽക്കുന്നു. യേശു, ഇനി നീയാണ് എൻ്റെ സ്വത്ത്. നീ എന്നെ ആക്കുന്നിടത്ത് ഞാൻ നിൽക്കും. എനിക്ക് വേണ്ടി നീ കരുതുന്നിടത്ത് ഞാൻ നിൽക്കും. കർത്താവേ, നീ മാത്രം എൻ്റെ സമ്പത്ത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരാധന വേണമെങ്കിൽ ഇതുപോലെ നമ്പത്തിനെ അർപ്പിക്കണം. അതില്ലാത്ത ആരാധനയല്ല. റോമർ 12:1-2 വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ശരീരം സമർപ്പിക്കാനാണ് പറയുന്നത്. മുഴുവൻ സമർപ്പിക്കൂ, ഈ യാഗമായി സമർപ്പിക്കൂ. സ്തോത്രം. സംഘത്തിന് 50:5. ഈ ശരീരം യാഗമായി അർപ്പിക്കൂ. മുഴുവനായിട്ട് കൊടുക്കുകയാണ്. ഇനി എൻ്റേതല്ല, ഈ കൈ എൻ്റെ അല്ല, ഇറ്റ്സ് ഗിവൺ ടു ഹിം. കർത്താവിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, യേശുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുവിനെ ഈ കൈകളിൽ കൂടി എന്തെല്ലാം പ്രവർത്തിക്കാനുണ്ടോ അതിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. ഈ നാവ് ഇനി എൻ്റേതല്ല, യേശുവിന് സംസാരിക്കാനുള്ളതെല്ലാം സംസാരിക്കാം. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇതൊക്കെ? അനുഭവിക്കുമോ നിങ്ങൾ? എൻ്റെ കണ്ണിനി എൻ്റെ അല്ല, യേശു കാണാൻ ആഗ്രഹിക്കുന്നിടത്തേ കാണുകയുള്ളൂ. യേശു കാണാൻ ആഗ്രഹിക്കാത്തൊന്നും ഈ കണ്ണിനി കാണുകയില്ല.
വേണ്ട വേണ്ട എനിക്ക്. സ്തോത്രം. എൻ്റെ കാലുകൾ യേശു സഞ്ചരിക്കുന്നിടത്തേക്ക് സഞ്ചരിക്കുകയുള്ളൂ, അല്ലാത്തടത്തേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല, സാധ്യമല്ല. എൻ്റെ ചിന്താഗതികൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ ഹൃദയം, വികാരങ്ങൾ, വിചാരങ്ങളെല്ലാം യേശുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു യഥാർത്ഥമായ കംപ്ലീറ്റ് സറണ്ടർ ആൻഡ് ഡെഡിക്കേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ആ ആബ്സല്യൂട്ട് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് സറണ്ടർ അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരായി. ഇന്ന് എൻ്റെ വിശ്വാസം, ഈ കേൾക്കുന്നവർ എല്ലാവരും ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും ചിലർക്കെങ്കിലും ഉള്ളിൽ തോന്നുന്നുണ്ട്, ഇതാണല്ലോ സാക്ഷാൽ വിശ്വാസം, എനിക്ക് വേണോ അത്. ചിലർക്ക് തോന്നുന്നുണ്ട്, എനിക്കിത്, ഈ അനുഭവം എനിക്ക് വേണമല്ലോ, എൻ്റെ ഇതെല്ലാം യേശുവിനെ ഏൽപ്പിച്ചുള്ള ബോധം. സ്തോത്രം. എൻ്റെ ധനവും എൻ്റെ കടവും എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു, സർവ്വസമ്പന്നനായ യേശുവിനെ ഏൽപ്പിച്ചു. ഞാനിനി അതിനെക്കുറിച്ച് പ്രയാസപ്പെടുന്നില്ല, ഭാരപ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ യേശുവിനെ ഏൽപ്പിച്ചു എന്നാണ് നമ്മുടെ തീരുമാനം. അങ്ങനെ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് വരാമോ? ഉത്സവം തുടങ്ങാം. ആ ആരാധന, അതാണ് സത്യാരാധന. ശരീരങ്ങളെ ജീവനും വിശുദ്ധ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ശരീരങ്ങൾ സമർപ്പിക്കണം, ശരീരം സമർപ്പിക്കണം, ശരീരത്തിൻ്റെ ഓരോ അവയവം പ്രതിയായിട്ട് എണ്ണി സമർപ്പിക്കണം. അത് എന്നും വേണം. സ്തോത്രം. ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും നാം തിരിഞ്ഞു നോക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും കേടുപറ്റിയോ, ഏതെങ്കിലും വാക്കിൽ തെറ്റുപറ്റിയോ, എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് അബദ്ധം പറ്റിയോ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്താഗതിയിൽ, എൻ്റെ മനോഭാവത്തിൽ എവിടെയെങ്കിലും അവിടുന്ന് വേദനിക്കുന്നതായിട്ട് വന്നുവോ, തിരിഞ്ഞു നോക്കുകയാണ്, ചിന്തിച്ച് നോക്കുകയാണ്. ഓരോന്നോരോന്നായി പെറുക്കിയെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ വെച്ചിട്ട്, കർത്താവേ, എല്ലാം പൊറുക്കണമേ, ക്ഷമിക്കണമേ പറഞ്ഞു തിരുത്തൽ കിളി പ്രാപിച്ചു സുഖമായി ഉറങ്ങുന്നു. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ പുതിയ ദിവസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് നാം ജീവിതം തുടങ്ങുന്നു. എന്തൊരു സമാധാനമാണെന്നോ, എന്തൊരു ഉറപ്പാണെന്നോ, നല്ല കെട്ടുറപ്പുള്ള ജീവിതം. സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സ്തോത്രം. കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ആരാധന തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സത്യാരാധന തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾ സഭ മാറേണ്ട ആവശ്യമില്ല. സത്യാരാധന തുടങ്ങാൻ ആവശ്യമുണ്ടോ? സമുദായം മാറേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പൈസ മുടക്കേണ്ട ആവശ്യമില്ല, ആർക്കും സംഭാവന കൊടുക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഇവിടെ വരുന്ന ദൈവമക്കൾ ആരും ഇവിടെ സംഭാവന തരേണ്ട ആവശ്യമില്ല. സ്തോത്രം. കേൾക്കൂ, സത്യമാണ് ഈ പറയുന്നത്. എൻ്റെ കർത്താവ് കേൾക്കുന്നല്ലോ, അവനെല്ലാം അറിയുന്നല്ലോ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതം യേശുവിന് വിട്ടു കൊടുക്കാൻ മനസ്സുണ്ടോ? അവനെ എൻ്റെ കയ്യിലേക്ക്, എല്ലാം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവൻ നല്ലവനാണ്, നിങ്ങൾ അനുഭവിക്കൂ. വെറുതെ പറഞ്ഞാൽ പോരാ. നല്ലവനായ യേശു, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു, നമ്മെ സ്നേഹിക്കുന്ന യേശു, അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇനി തുടർന്ന് പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാം. നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജീവിതം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, എല്ലാം ദേഹവും ദേഹിയും ആത്മാവും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാഥനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇതുവരെയും നാഥ, അവിടുന്ന് സമ്പൂർണ്ണ അധികാരമെടുത്ത് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് തിരുവചനം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവേ. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ അനുഭവിക്കുവാനും ക്രിസ്തുവിനെയും കൊണ്ട് ജീവിതം നയിക്കുവാനും കർത്താവേ, ഈ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.